നിന്റെ ഉള്ളിലെ പക എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാഞ്ഞിട്ടല്ല, അറിഞ്ഞിട്ടും ഇത്രയും കാലം നിന്നെ വെറുതെ വിട്ടത് എന്റെ ക്ഷമ കൊണ്ടാ. ഇനി എന്റെ കുടുംബത്തിലെ ആരുടെയെങ്കിലും മേൽ നിന്റെ നിഴല് വീണെന്ന് ഞാൻ അറിഞ്ഞാൽ നമ്പ്യാര് തിരിച്ചടിക്കും. ഈ വിരലിന്റെ ഒരു ചെറു ചലനം മതി അച്യുതൻ നമ്പ്യാരെന്ന പേരിന്നിവിടെ അവസാനിക്കാൻ. നീ ആ കാഞ്ചി വലിച്ചാൽ ഞാനിവിടെ അവസാനിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതറിഞ്ഞിട്ടും എന്റെ മുൻപിൽ നെഞ്ചും വിരിച്ച് നിൽപ്പുണ്ട് അച്യുതൻ നമ്പ്യാർ. ആ ധൈര്യത്തിന്റെ അടുത്തെത്താൻ പോലും നിനക്കിനി ജന്മങ്ങൾ വേണ്ടിവരും രാമനുണ്ണി. എടോ, ഇന്നിവിടെ വച്ച് ഞാൻ തന്നെ തീർക്കും. കയ്യൊക്കുകൊണ്ട് ജയിക്കാൻ കഴിയുമെന്ന് കരുതുന്നത് വിഡ്ഢിത്തമാ രാമനുണ്ണി. ദേ, ഈ മണ്ണ് നിന്റേത് മാത്രമല്ല, എന്റെയും മണ്ണാണ്, എന്റെ രാമപുരം. ഞാൻ ഒരൊറ്റ വിളി വിളിച്ചാൽ മതി, ഈ രാമപുരം മുഴുവൻ ഇവിടെ വരും. കാണണോ നിനക്ക്? ആ നോക്കടാ. നീ കാഞ്ചി വലിക്കും, സമ്മതിച്ചു. പക്ഷേ പിന്നെ ഈ തോക്ക് പിടിക്കാൻ നിന്റെ രണ്ട് കൈകളും ബാക്കിയുണ്ടാവില്ല. ദേ, ഇവരിൽ ഒരാൾ മതി. നിന്റെ രണ്ട് കൈകളും വെട്ടി മണ്ണിലിടും. പിന്നെ നിന്നെ ജീവനോടെ ഈ മണ്ണി കുഴിച്ചു മൂടും. കാണണോ? അത് വേണോന്ന് പടയ്ക്ക് വരുമ്പോൾ മറുവശത്ത് ഈ അച്യുതൻ നമ്പ്യാരാണെന്ന് നീ ഓർക്കണമായിരുന്നു. നിന്റെ ഉള്ളിലെ പക എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാഞ്ഞിട്ടല്ല, അറിഞ്ഞിട്ടും ഇത്രയും കാലം നിന്നെ വെറുതെ വിട്ടത് എന്റെ ക്ഷമ കൊണ്ടാ. ഇനി എന്റെ കുടുംബത്തിലെ ആരുടെയെങ്കിലും മേൽ നിന്റെ നിഴല് വീണെന്ന് ഞാൻ അറിഞ്ഞാൽ നമ്പ്യാര് തിരിച്ചടിക്കും. ആ അടിയുടെ ആഘാതം താങ്ങാനുള്ള കെൽപ്പ് നിനക്കുണ്ടാവില്ല രാമനുണ്ണി. ദേ, ഇനി നമ്മൾ തമ്മിൽ നേർക്കുനേരെ കാണാനുള്ള സാഹചര്യം നീയായിട്ടുണ്ടാക്കരുത്. ഉണ്ടാക്കിയാൽ പിന്നെ അച്യുതൻ നമ്പ്യാർ മറുപടി പറയുന്നത് വാക്കുകൊണ്ടായിരിക്കില്ല. കേട്ടോടാ? ആ, പണിക്കാരൊക്കെ ചെല്ല്, പണി നടക്കട്ടെ. വേഗം ചെന്ന് തടവെടുക്ക. പോട്ടേടാ പൊന്നു മോനെ രാമനുണ്ണി. ആ, എന്നാ ഇറങ്ങട്ടെ. ആ, രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കണം കേട്ടോ. ആയിക്കോട്ടെ. ഇറങ്ങുക. ശരി, ഓക്കെ. ആ, ഇതാര്? കാദംബരി മുത്തശ്ശിയോ? നമസ്കാരം. ബോൺജൂർ. ഫ്രഞ്ച് ആടാ. ഓ, അത് ശരി. അല്ല, മുത്തശ്ശിക്ക് എങ്ങനെ ഫ്രഞ്ച് അറിയാവുന്നേ? കഴിഞ്ഞ മാസം ഇവിടെ ഫോട്ടോ എടുക്കാൻ ഒരു സായിപ്പ് വന്നില്ലയോ, അങ്ങേര് പഠിപ്പിച്ചതാ. അത് ശരി. എന്നാലും കാദംബരി മുത്തശ്ശി കല്യാണത്തിന് വരാഞ്ഞത് ഭയങ്കര മോശമായിപ്പോയി. മുത്തശ്ശിയോട് ഞാൻ പിണക്കവാ. ഞാൻ ഇവിടെ ഇല്ലായിരുന്നടാ അതിന്. എവിടെ പോയി? ഞാൻ ആ സായിപ്പിന്റെ കൂടെ പോയതാ. എങ്ങോട്ട്? കാശിക്ക്. കാശിക്കോ? കാശിക്ക് പോയതാടാ.
പക്ഷെ അവിടം വരെ എത്തിയില്ല മോനെ. അതെന്ത് പറ്റി മുത്തശ്ശി? അയ്യോ, അതൊരു വലിയ കഥയാ. ആ മുത്തശ്ശി, ഞാൻ ഇപ്പൊ വരാവേ, ബാക്കി വന്നിട്ട് കേക്കാവേ. ആ ആ ആ ആ, ആ. മാളു, നീ അതവിടെ വെച്ചേ. എന്താ ശ്രീയേട്ടാ? അത് അമൃത മുറിയിലുണ്ട്. നീ ഒന്ന് അങ്ങോട്ട് ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്ക്. അവിടുത്തെ എന്ത് കാര്യങ്ങളാ? ഏടി, നീ കളിക്കാതെ അങ്ങോട്ട് ചെന്നേ. എടാ ശ്രീനാഥേ, കാശിക്ക് പോയ കഥ കേക്കണ്ടേ? ദാ വരണു. ആ വാ വാ. കൊച്ചൊന്നും കഴിച്ചില്ലല്ലോ. ആകെ ഒരു ഉണ്ണിയപ്പം ഇത്തിരി നുള്ളിയതല്ലേ ഉള്ളൂ. അതെന്താ കൊച്ചെ, ഞങ്ങള് കൊണ്ടുവന്നോണ്ടാണോ കഴിക്കാത്തെ? അങ്ങനൊന്നുമില്ല, വിശപ്പില്ലാത്തോണ്ടാ. കൊച്ചിന് അങ്ങനത്തെ വലിപ്പ ചെറുപ്പൊന്നും ഇല്ലെന്ന് കണ്ടാൽ അറിഞ്ഞൂടെ? ശുഭ ചേച്ചി, ചിന്നു ഉറങ്ങേണ്ട സമയായില്ലേ? അവള് ചേച്ചിയെ തിരക്കില്ലേ? ആ, ഞാൻ ഇറങ്ങാം മക്കളെ. ചെല്ല്. ലത ചേച്ചി, അമ്മച്ചിക്ക് മരുന്ന് കൊടുക്കേണ്ട സമയായില്ലേ? ഓ, ചേച്ചി എടുത്തു കൊടുത്തില്ലെങ്കിൽ അമ്മച്ചി മരുന്ന് കഴിക്കില്ലല്ലോ. അയ്യോ, സമയം പോയത് അറിഞ്ഞില്ല മോളെ. വിലാസിനി ചേച്ചി, ഇവരുടെ ഒപ്പം പൊയ്ക്കോ. ഇപ്പോഴാവുമ്പോ ഇവര് കൂട്ടുണ്ടല്ലോ. ശരിയാ മോളെ വെറുതെ വെച്ചേക്കരുതേ, കൊണ്ടുവന്നെല്ലാം കഴിക്കണേ. ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇറങ്ങട്ടെ മോളെ. ചെന്നേ, ഇപ്പൊ തന്നെ എല്ലാം പറഞ്ഞു തീർക്കണ്ട. നിങ്ങള് ചെന്നില്ലെങ്കിലേ അന്വേഷിച്ച ആൾ ഇങ്ങോട്ട് വരും. അമൃതേ, നിന്റെ അവസ്ഥ കാണുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതൊന്നും അല്ലല്ലോ നീ ആഗ്രഹിച്ചത്. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു നിനക്ക്. ഇങ്ങനെ ഒരു സ്ഥലത്ത് ജീവിക്കേണ്ടി വരുമെന്ന് നീ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. വിധി അല്ലാതെന്താ? ശോ അമ്മേ, വെറുതെ ഓരോന്ന് പറഞ്ഞ് അമൃതയെ വിഷമിപ്പിക്കാതെ. എന്ത് ചെയ്യാനാ, ഇനിയെല്ലാം സഹിക്കല്ലാതെ നിനക്ക് വേറെ വഴിയില്ലല്ലോ മോളെ. ഞങ്ങൾ ഇറങ്ങട്ടെ? ചെന്നിട്ട് വിളിക്കാം. അഞ്ജലി, ചേച്ചി വിഷമിക്കണ്ട, ഞാൻ ഇടയ്ക്ക് വരാം. ചേച്ചി ഒറ്റയ്ക്കാണെന്ന് കരുതരുത്. ആ അയ്യോ, എല്ലാരും ഇറങ്ങുവാണോ? ആ അമൃതേച്ചി, പോയി കുളിച്ചിട്ട് വാ. ദാ തോർത്ത്.